നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 29/5/2026 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില വീണ്ടും കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS പോർക്കിൽ 252.50 പൈസ, RSS പൈക്കിൽ 249.50 പൈസ, ISN 207, ലാറ്റക്സ് 60% DRC 160 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS പോർക്കിൽ 252.50 പൈസ, RSS പൈക്കിൽ 249.50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 151, 60% DRC ഒട്ടുപാൽ കിലോ 113.25 പൈസ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS പോർക്കിൽ 281.86 പൈസ, RSS പൈക്കിൽ 281.42 പൈസ. RSS 1 286 രൂപ 12 പൈസ, RSS 2 284.36 പൈസ, RSS 3 282.74 പൈസ. ഇന്നലെയായിട്ട് വിദേശ വില കമ്പയർ ചെയ്യുമ്പോൾ 3 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇനി ഫീൽഡ് ലാറ്റക്സ് 216 രൂപ, ഫാക്ടറി വില 226 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRC 200 ലിറ്റർ 10,800 രൂപ, 30% DRC 200 ലിറ്റർ 12,960 രൂപ, 35% DRC 200 ലിറ്റർ 15,120 രൂപ, 40% DRC 200 ലിറ്റർ 17,280 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരിയിൽ നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS പോർക്കിലോ 246.50 പൈസ, RSS കിലോ 241.50 പൈസ, ISN 190.50 പൈസ മുതൽ 199 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 130.50 പൈസ മുതൽ 143 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് പ്രതികൂല കാലാവസ്ഥയാണ്. എന്നാലും ചില സ്ഥലങ്ങളിൽ ടാപ്പിംഗ് ചെയ്യാൻ കവറിട്ട മരങ്ങൾ സാധിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ മഴ തന്നെ. സംസ്ഥാനത്ത് 2 ദിവസത്തിനകം കാലവർഷം എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുകയുണ്ടായി. മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,305, ഒരു പവന് 1,14,440 രൂപയാണ്. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 205 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1,640 രൂപയാണ് കുറഞ്ഞത്. എന്തായാലും അവസാന നിമിഷത്തിൽ ബിനീഷ് കോടിയേരിക്ക് 3 വർഷത്തിന് ശേഷം CPM അംഗത്വം പുതുക്കി നൽകി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇടപെട്ടു. അംഗത്വം പുതുക്കാനായിട്ട് അപേക്ഷ നിരസിക്കപ്പെട്ട 4 തവണ. ലഹരിക്കടത്തിനും കള്ളപ്പണം ഉപയോഗിച്ചെന്ന് സംശയിച്ച് 2020 അറസ്റ്റിലായതിന് പിന്നാലെയാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം റദ്ദാക്കിയത്. 2023 കേസിൽ നിന്ന് മുക്തനായതിന് പിന്നാലെ 4 തവണയാണ് ബിനീഷ് കോടിയേരി അംഗത്വത്തിനായി അപേക്ഷിച്ചത്. എന്നാൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു. സാധാരണ ജനങ്ങളിലൂടെ എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തി വീണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ അവസരം പ്രയോജനപ്പെട്ടിട്ട് എന്ന് ആശംസിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി.